CJP പ്രതിഷേധങ്ങൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കടുപ്പിച്ച് സുപ്രീം കോടതി. ദില്ലി പോലീസ് നടപടികളിൽ സ്വതന്ത്ര അന്വേഷണം അനിവാര്യമാണെന്ന് കോടതി പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറുപടി ലഭിച്ച ശേഷം SIT രൂപീകരണത്തിൽ തീരുമാനമെടുക്കും. പ്രതിഷേധത്തിന്റെ ഭാഗമായി റിമാൻഡ് ചെയ്ത 18 വയസ്സിൽ താഴെയുള്ളവരെ വിട്ടയക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദില്ലി പോലീസിനെതിരായ ആരോപണങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു ഇടക്കാല വിധി പ്രസ്താവിച്ചത്. ശ്യാം ദേവരാജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, വളരെ സുപ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. സ്വതന്ത്രമായുള്ള ഒരു അന്വേഷണം എന്നുള്ളതിനപ്പുറം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി നോട്ടീസ് അയക്കുകയും ഈ മർദ്ദിച്ചിട്ടുള്ളതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ CCTV സഹിതം അത് ശേഖരിക്കണം എന്നുള്ളതടക്കം അതിൽ പറയുന്നുമുണ്ട്. കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് മുന്നോട്ട് വെച്ചത്? ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം CJP നേതൃത്വം വന്ന് ഈ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകളെ അവർ മറന്നു, പല ഇടങ്ങളിലും പല കേസുകൾ എടുക്കാനുള്ള സാഹചര്യം ഒക്കെ കണ്ടുകൊണ്ട് അവർ നടത്തിയ പ്രതികരണം നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനെ തുടർന്ന് ഇന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് എത്രത്തോളം റെലവന്റ് ആണ്? റോഷ്നി, CJPയുടെ പ്രതിഷേധത്തിന് പിന്നാലെ CJPയുടെ പ്രതിഷേധത്തിൽ കടുത്ത പോലീസ് നടപടികളുണ്ടായി. ഇക്കാര്യത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണം, പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അതേസമയം CJPയുടെ പ്രതിഷേധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ടെന്നും അക്കാര്യത്തിലും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട മറ്റൊരു കൂട്ടം ഹർജികൾ കൂടി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു. ഇതിലാണ് സമഗ്രമായ ഒരു അന്വേഷണത്തിന് സുപ്രീം കോടതി തയ്യാറെടുക്കുന്നത്. അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സ്വതന്ത്ര അന്വേഷണമായിരിക്കും ഉണ്ടാവുക. കേന്ദ്ര സർക്കാരിന്റെയും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെയും മറുപടി ലഭിച്ച ശേഷമായിരിക്കും SIT രൂപീകരിക്കുന്നതിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കുക. അത് മിക്കവാറും അടുത്ത തിങ്കളാഴ്ചയുണ്ടാവും. പ്രതിഷേധത്തിന്റെ ഭാഗമായി റിമാൻഡ് ചെയ്ത 18 വയസ്സിൽ താഴെയുള്ളവരെ എല്ലാം വിട്ടയക്കണമെന്നതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. പ്രതിഷേധക്കാർക്കെതിരെ കടുത്ത നടപടികൾ പാടില്ല. ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്ന് സർക്കാരിന് പരിശോധിച്ച് തീരുമാനമെടുക്കാം. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട എല്ലാ ഓൺലൈൻ വിവരങ്ങളും സംരക്ഷിക്കണം. പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ വ്യക്തിവിവരങ്ങൾ പോലീസ് ഒരിടത്തും പ്രസിദ്ധീകരിക്കരുത് എന്ന നിർദ്ദേശവും കൂടി സുപ്രീം കോടതി നൽകിയിട്ടുമുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കുന്നതിൽ ഉൾപ്പെടെ തിങ്കളാഴ്ച നിലപാട് അറിയിക്കണമെന്നാണ് സുപ്രീം കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയ നിർദ്ദേശം. ദില്ലി ഉൾപ്പെടെയുള്ള ഹൈക്കോടതിയിലെ ഹർജികളും ഇനി സുപ്രീം കോടതിയായിരിക്കും പരിഗണിക്കുക. ഇതിൽ നേരത്തെ റോഷൻ സൂചിപ്പിച്ചതാണ്, ചീഫ് ജസ്റ്റിസ് ഈ പോലീസിന്റെ നടപടികളെല്ലാം ചീഫ് ജസ്റ്റിസ് എണ്ണിപ്പറയുകയാണ് ചെയ്തത്. പെല്ലറ്റ് ഉപയോഗം മൂലം 19 വയസ്സുകാരന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായി. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ചു. പോലീസ് നടപടി മൂലം യുവതി ഇപ്പോഴും ICUവിൽ കഴിയുന്നു. മുള്ളുള്ള ലാത്തിയുടെ ഉപയോഗം കാരണം ജീവൻ തന്നെ നഷ്ടമാകും. മാധ്യമപ്രവർത്തകന് നേരെയും പോലീസിന്റെ അതിക്രമമുണ്ടായി. സാധാരണ വേഷത്തിലെത്തിയ പോലീസ് അതിക്രമമുണ്ടാക്കി. പ്രകോപനമില്ലാതെ യുവതിയെ പോലീസ് അടിച്ചു എന്നടക്കമുള്ള പരാതിക്കാരുടെ ഈ വാദങ്ങളെല്ലാം കോടതി അക്കാര്യങ്ങളെല്ലാം എടുത്തു പറയുകയും ചെയ്തു. പ്രതിഷേധം സമാധാനപരമാണ് എന്നാണ് ഇന്നും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചത്. മാത്രമല്ല, ദില്ലി പോലീസിന്റെ നടപടികളിലെല്ലാം സ്വതന്ത്രമായ അന്വേഷണം അനിവാര്യമാണ് എന്ന കാര്യവും കൂടി നിരീക്ഷിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാട് പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാനില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പോലീസ് യൂണിഫോമോ ബാഡ്ജോ ഇല്ലാത്തവരും പ്രതിഷേധക്കാരെ ആക്രമിച്ചു എന്നാണ് ഹർജിക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ ഉയർത്തിയ വാദം. ഇത്തരം അക്രമികളെ ദില്ലി പോലീസ് പിന്തുണച്ചു എന്ന വാദവും കൂടി ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. CJP പ്രതിഷേധത്തിനെതിരായ പോലീസ് അതിക്രമം, ഒപ്പം പോലീസുകാർക്കെതിരായ CJPയുടെ പ്രതിഷേധക്കാരുടെ നടപടികൾ, ഇത് രണ്ടും ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി ഇനി അടുത്ത തിങ്കളാഴ്ചയായിരിക്കും പരിഗണിക്കുക. ശരി, ശ്യാം ദേവരാജാണ് കോടതിയുടെ നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഇന്നുണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഈ പ്രായപൂർത്തി ആകാത്ത ആളുകളെ റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വിട്ടയക്കണം എന്നുള്ളതൊക്കെ കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. CJP പ്രതിഷേധം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയെന്ന് BJP വിലയിരുത്തൽ. രാജി വൈകിയത് സർക്കാരിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രതിച്ഛായയെ ബാധിച്ചു. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് മന്ത്രിസഭ പുനർസംഘടന നടത്തിയിരുന്നുവെങ്കിൽ നിലവിലെ പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നു എന്നും BJP വിലയിരുത്തുന്നു. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ, വിദ്യാർത്ഥികൾക്ക് മുന്നിൽ CJPക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന കേന്ദ്രം അതിനെ വിലയിരുത്തുന്നത് ഇതൊരു പരാജയമായി എന്ന് തന്നെയായിരിക്കുമല്ലോ അല്ലേ? നേരത്തെ തന്നെ പുനഃസംഘടന ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയധികം കോട്ടം പറ്റില്ലായിരുന്നു എന്നാണോ BJPയുടെ വിലയിരുത്തൽ? എന്തെല്ലാം കാര്യങ്ങൾ അവർ കണക്കിലെടുക്കുന്നുണ്ട്? CJP
പ്രതിഷേധം പൂർണ്ണമായും പരിഹരിക്കുന്നതിൽ വലിയ തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. നേരത്തെ ഈ പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിൽ പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും ഒരു തരത്തിലുമുള്ള ഡാമേജോ അതോടൊപ്പം തന്നെ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നു. മന്ത്രിസഭാ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങൾ അജണ്ടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് നേരത്തെ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ നടപ്പാക്കുകയായിരുന്നെങ്കിൽ നിലവിലത്തെ പ്രതിസന്ധികൾ ഒഴിവാക്കാമായിരുന്നു എന്ന വിലയിരുത്തലാണുള്ളത്. അതേസമയം രാഷ്ട്രീയമായി ഈ വിഷയത്തെ മുതലെടുക്കാൻ എന്താണെങ്കിലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തൽ കൂടി എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് BJPക്കുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യില്ല എന്നാണ് BJPയുടെ വിലയിരുത്തൽ. എന്നാലും നിലവിലത്തെ ഈ പ്രതിസന്ധിക്ക് പിന്നാലെ യുവാക്കളെ കേൾക്കാനും യുവാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രത്യേക സമ്പർക്ക പരിപാടികൾ അടക്കം ആരംഭിക്കാൻ BJP തീരുമാനിച്ചു. ഒപ്പം സമൂഹമാധ്യമ അക്കൗണ്ടുകൾ സമൂഹമാധ്യമ നീക്കങ്ങളെ കൂടുതൽ സജീവമാക്കാനുള്ള നിർദ്ദേശവും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും BJP നിലവിലത്തെ ഈ CJP പ്രതിഷേധം പ്രധാനമന്ത്രിക്കും ഒപ്പം കേന്ദ്ര സർക്കാരിനും വലിയ തരത്തിൽ പ്രതിച്ഛായ നഷ്ടം ഉണ്ടാക്കി എന്ന വിലയിരുത്തൽ തന്നെയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പല MPമാരും സമാനമായ പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്ന വിവരമാണ് BJP ക്യാമ്പിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത്. റോഷ്നി. യെസ്, അപ്പോൾ എന്തായാലും BJPയുടെ വിലയിരുത്തൽ ഈ രാജി അടക്കം അത് ഒത്തിരി നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പുനഃസംഘടന നടത്തിയിരുന്നുവെങ്കിൽ ഇത്ര ഡാമേജ് ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളതൊക്കെയാണ് അവരുടെ വിലയിരുത്തൽ.